വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ പെയ്യുകയാണ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അള്ളാഹുവെ ഉപകാരമുള്ള മഴയാക്കണം. എല്ലാ വെള്ളിയാഴ്ചയും സുബഹിന് സൂറത്ത് സജദ ഓതുമ്പോൾ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു അരുളുന്നു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ചെറുതും വലുതുമായ സകലമാന കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. ഒരു ഇല പൊഴിയുന്നത് അവനറിയുന്നു. എല്ലാത്തരം കാര്യങ്ങളും അവനറിയാതെയും അവൻ്റെ അംഗീകാരമില്ലാതെയും ഒന്നും ഇവിടെ നടക്കുന്നില്ല. എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും എല്ലാറ്റിനും കഴിവുറ്റവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ്റെ അടിമകളായി ജീവിക്കാൻ, അവനെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. എത്രയെത്രയോ ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവുമുള്ള ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ അറിയാനോ അംഗീകരിക്കാനോ സാധിക്കാതിരിക്കുന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന് അവൻ ഓർമ്മിപ്പിക്കുമ്പോൾ, ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ഇന്ന ആളാണ് എന്ന് പറയാനും വാദിക്കാനും വിശ്വസിക്കാനും വിശ്വസിപ്പിക്കുവാനും വലിയ 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 അറിവുള്ള ആളുകൾ രംഗത്ത് വരുന്നു. എന്തുകൊണ്ടാണ്? എന്താണ് നേട്ടം? ഏതെങ്കിലും തരത്തിൽ പരലോകത്തൊരു നേട്ടവുമില്ല, കോട്ടമാണ്, നരകമാണ് എന്നത് വ്യക്തമാണ്. അവിടെയാണ് ഹിദായത്തിൻ്റെ പ്രശ്നം. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് പിറകെ പോകുന്നവരുണ്ട്, സാധുക്കളായ പാമര ജനങ്ങളും കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ലോകത്തിന് മുന്നിൽ ഈ ആശയം പഠിപ്പിച്ചു കൊടുക്കണം. വീണ്ടും വീണ്ടും തിരുത്തുന്നത് വരെ, തെറ്റ് തിരുത്തി അവർ റബ്ബിലേക്ക് മടങ്ങുന്നതുവരെ, തൗബ ചെയ്യുന്നതുവരെ നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ശക്തമായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്? നമ്മൾ പല കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളും പറയും. ഇന്നത് ചെയ്യണം, അങ്ങനെയാക്കണം എന്ന് തീരുമാനങ്ങളെടുക്കും. ആ തീരുമാനങ്ങൾ കുറേ നടപ്പാകും, കുറേ നടപ്പാവുകയില്ല. അവസാനം എങ്ങനെയാണോ സംഭവിക്കുന്നത് അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കണം? എൻ്റെ അഭിപ്രായമല്ല, ഞങ്ങളുടെ നിഗമനങ്ങളല്ല, ആഗ്രഹങ്ങളല്ല, അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നടപ്പാക്കിയത്. അപ്പോൾ അതാണ് ഇനിയുള്ള ഈ കാര്യത്തിലെ തീരുമാനം. അപ്പോൾ നമ്മൾ ആ തീരുമാനത്തിൽ തൃപ്തിപ്പെടണം. ഇതാണ് ഖളാ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ അങ്ങനെ ആയില്ലല്ലോ, അങ്ങനെ വേണ്ടിയെന്ന് കുറേ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനം, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അപ്പോൾ ആ തീരുമാനമാണ് നടപ്പാകുന്നത് ഓരോ കാര്യത്തിലും. ഈ ദുനിയാവിലെ ഏതൊരു കാര്യത്തിലായാലും ഈ ഒരു ഇഷ്ടപ്പെടൽ, തൃപ്തിപ്പെടൽ നമ്മൾ കാണിച്ചേ പറ്റൂ. അതിനനുസരിച്ച് മനസ്സിനെ നമ്മൾ പരുവപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.